വളരെ കാലത്തിന് ശേഷം കേരളത്തിലെ സാധാരണക്കാരന് ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സമ്മാനമാണ് ഈ കാണുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്. 3 അമൃത് ഭാരത് എക്സ്പ്രസുകളാണ് കേരളത്തിന് പുതുതായി കിട്ടിയിട്ടുള്ളത്. ഇത് മംഗളൂരു ജംഗ്ഷൻ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ്. ഒരു രക്ഷയില്ല. കോച്ചുകളൊക്കെ 2026 ഉണ്ടാക്കിയ കോച്ചാട്ടോ. 11 ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ. അതേപോലെ 8 സ്ലീപ്പർ ഉണ്ട്. സംഭവം ഏതായാലും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സ്ലീപ്പർ ആയിക്കോട്ടെ, എല്ലാ ബെർത്തും സീറ്റും സംഭവങ്ങളൊക്കെ ഇവർ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് എന്നും ഇതേപോലെ കൊണ്ട് നടക്കണം. കാരണം ഇതൊരു പുതിയ ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ ട്രെയിനായിട്ട് ഇറക്കിയിട്ട് പിന്നെ നമുക്ക് തോന്നിയ പോലെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ കാണുന്ന വൃത്തി എന്നും ഇതേപോലെ കാത്തു സൂക്ഷിക്കണം. അതാണ് നമ്മളെ ആവശ്യം. കാരണം പുതിയൊരു ട്രെയിനാണ്ട് വരും, നമ്മളതുകൊണ്ട് തോന്നിയ പോലെ രപ്പാക്കിയിട്ടാണ്ട് ധൂമാക്കിയിട്ട് ഇടും. അതെങ്ങനല്ല, ഇതേപോലത്തെ ഈ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാകും. ഈ ഒരു വൃത്തി, അതായത് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതേപോലെ വൃത്തിക്ക് ഈ ഒരു ട്രെയിൻ എന്നും കാത്തു സൂക്ഷിക്കണം. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ്. താമസിയാതെ ഇത് 2 ദിവസം അല്ലെങ്കിൽ റെഗുലറായിട്ട് ഓടാൻ തുടങ്ങുമെന്ന് കരുതുന്നു. 16-330 മാംഗ്ലൂർ ജംഗ്ഷൻ നാഗർകോവിൽ. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുക്കും. ഒരു 3 മണിക്കൂറും 12 മിനിറ്റ് കൊണ്ടാണ് ഈ ട്രെയിൻ തിരൂരെത്തുന്നത് കേട്ടോ. സംഭവം അടിപൊളിയാണ്. സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 11 ജനറൽ കോച്ചും 8 സ്ലീപ്പർ കോച്ചാണ് ഈ ട്രെയിനിലുള്ളത്.